അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ വീഡിയോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, 2 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വരാഹി ദേവിയുടെ അമ്പലത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട്. ഞാൻ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്തും പിന്നെ ഒരു അമ്പലമുണ്ട്, പിന്നെ വരാഹി ദേവിയുടെ അന്തിക്കാട് മാത്രമാണ് അമ്പലം ഉള്ളത് കേരളത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പല സ്ഥലങ്ങളുണ്ട്, ആലപ്പുഴയിലുണ്ട്, വേറെ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ വിചാരിച്ചിരുന്നത് 2 സ്ഥലത്ത്, അതായത് തിരുവനന്തപുരത്ത് ഞാൻ കേട്ടിട്ടുണ്ട് വലിയൊരു ദേവിയുടെ അമ്പലം, അതുപോലെ തന്നെ ഇവിടെയും കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ തൊഴാൻ പോകുമ്പോഴൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും, കോട്ടയത്തു നിന്നും, കൊല്ലത്തു നിന്നും, പിന്നെ ആലപ്പുഴയിൽ നിന്നും അങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് പറയാനായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് കുറേ പേര് പേഴ്സണൽ മെസ്സേജ്, നമ്മുടെ അറിയണ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞപ്പോഴാണ് കുറേ പേരൊക്കെ അറിഞ്ഞത്. അതിനെ പറ്റിയിട്ട് കൂടുതലൊന്ന് പറയുമോ, എന്തെങ്കിലും കൂടുതൽ പറയുമെന്നല്ല, സ്ഥലം എവിടെയാണ്, എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ അമ്മോട് പറഞ്ഞിട്ട്, അമ്മ ഒരു വട്ടം പോയപ്പോൾ അവിടുത്തെ ഒരാളോട് ചോദിച്ചിട്ട് അവിടുത്തെ വീഡിയോ ക്ലിപ്പ് ആളയച്ചു തന്നത് ഞാൻ ഇതിനൊപ്പം ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം അവിടെ എന്ന് പറയുന്നത് കലപ്പ എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാന വഴിപാടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ കാര്യം നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ദേവിക്കായിട്ട് സമർപ്പിക്കുക. അത് എന്ത് വേണമെങ്കിലും ആവാം, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമർപ്പിക്കാം. അതാണ് അവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ അങ്ങനെ കുറച്ച് വഴിപാട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അറിയാം. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ എന്തായാലും ശക്തിയുള്ള ദേവിയാണ്. നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കും തന്നെയാണ് പറയണത്. അപ്പം അങ്ങനെ കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയാനോ ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം അവിടുത്തെ. പിന്നെ അവർക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ വരും. അവിടെ പിന്നെ പഞ്ചമി പൂജ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മാസവും പഞ്ചമിയുടെ അന്ന് അവിടെ വലിയ പൂജയൊക്കെ ഉണ്ടാവും. ഒരുപാട് പേര് വന്നിട്ട് പൂജയ്ക്ക് ഉണ്ടാവും. അവിടെ പ്രധാന വഴിപാട് പഞ്ചമി പൂജയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ അഡ്രസ്സൊക്കെ വരും. ഇവിടെ അന്തിക്കാട് മഞ്ഞപ്പിത്തം സ്റ്റോപ്പിലാണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ കുറച്ച് ഉള്ളിലേക്ക് പോകാനുണ്ട്. ഓട്ടോയിൽ ഒരു 50 രൂപയുടെ വഴിയുണ്ട്. അങ്ങനെയാണ്. പിന്നെ അവിടെ പിന്നെ അവിടുത്തെ പ്രത്യേകതകൾ കൂടുതൽ എനിക്ക് അറിയില്ല. ഞാനങ്ങനെ ഇങ്ങനെ വന്നതുകൊണ്ട്, ഇതിപ്പോൾ 2 മാസം മുമ്പ് ഇട്ട വീഡിയോ, 2 മാസമായിട്ടില്ല, എന്നാലും 1 മാസം മുമ്പ് ഇട്ട വീഡിയോയിൽ അത്യാവശ്യം റീച്ച് പോയിട്ടുണ്ട് കേട്ടോ. 25 അബോവ് വ്യൂസ് പോയിട്ടുള്ളതാണ് കേട്ടോ. 25K അബോവ് വ്യൂസ് പോയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇത് പറയണമെന്ന് തോന്നി എല്ലാവർക്കും. ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാൻ മടിയുള്ളവരുണ്ടാവുമല്ലോ. ഈ അമ്പലങ്ങളൊക്കെ ആകുമ്പോൾ ഈ കാര്യസിദ്ധിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവർ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. കൂടോത്രം മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ, അതായത് അമ്പലത്തേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂടോത്രം ചെയ്യാൻ പോവുക എന്നുള്ളൊരു തോട്ടുള്ളവരുണ്ട് കേട്ടോ എപ്പോഴും. അങ്ങനെയുള്ളവരെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രായമായവരും പിന്നെ അതായത് പഴയ ചിന്താഗതികളുള്ളവരെന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർ കുറേ പേരുണ്ട് അമ്പലങ്ങളിൽ പോകുമ്പോൾ. പിന്നെ ഒരാൾ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കാനോ അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കാനോ അങ്ങനെയുള്ളവർക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ദേവി ഭയങ്കര ശക്തിയുള്ള ദേവി തന്നെയാണ്. എന്നോട് ചോദിക്കുമ്പോൾ ചിലവർ ചോദിക്കും, നീ അവിടെ പോയി തൊഴുതിട്ട് നിനക്ക് വല്ല കാര്യങ്ങൾ നടന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്കങ്ങനെ ഇന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണ പോലെയാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. ഏത് അമ്പലത്തിൽ പോയാലും അതന്നെ നമ്മൾ പ്രാർത്ഥിച്ചു വരുന്നു ഇപ്പോഴും. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ സിറ്റുവേഷൻ വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യും കേട്ടോ. ഇന്ന് കാലത്തും കൂടി എനിക്ക് ഒരു മെസ്സേജ് വന്നു, എവിടെയായി അമ്പലം വരുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ അമ്മോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞത് ഇങ്ങനെ, അമ്മ എന്നോട് കുറച്ച് ദിവസം മുമ്പേ അമ്മ ഇതുപോലെ തന്നെ അമ്പലത്തിൽ പോയപ്പോൾ അമ്മ എനിക്ക് ആ വീഡിയോ അവിടുത്തെ ആളോട് ചോദിച്ചിട്ട് വീഡിയോ ഇട്ടോട്ടേന്ന് ചോദിച്ചിട്ട് അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇട്ടില്ല, ഞാൻ എടുത്ത വീഡിയോ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്നിങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാനപ്പോൾ വിചാരിച്ചു, ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടത്, അതായത് എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ തന്നെയാണ് കൂടുതൽ കാണുന്നവരൊക്കെ. അപ്പോൾ ചിലപ്പോൾ എന്നോട് ഡയറക്റ്റ് ചോദിക്കാൻ മടിയുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ അമ്പലത്തിൽ പോകാൻ, നല്ല അമ്പലമാണ്, അങ്ങനെ വിശ്വാസം ഉണ്ട്, ചോദിക്കാൻ മടി കാരണമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഉപകാരമാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വരാഹി ദേവി അന്തിക്കാട് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.